എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഞാൻ ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഹിന്ദു സമാജത്തിനെ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിനെ, അതിൻ്റെ ആചാര്യന്മാരെ വർഗശത്രുവിനെ പോലെ കാണുന്ന ഒരു വ്യക്തി. ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ സമയം തന്നെ ഹിന്ദു സനാതന ധർമ്മത്തെ ചൊറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം പാർലമെൻറ്റിൽ രാജ്യസഭയിലെ മെമ്പറാണ്. കേരളത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ അച്യുതാനന്ദൻ മരിച്ചപ്പോൾ മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ വകയായിട്ട് ഒരു സന്ദേശം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അച്യുതാനന്ദനെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ സന്ദേശം വന്നത്. അച്യുതാനന്ദൻ്റെ പിന്നിൽ ജനങ്ങൾ അണിനിരക്കുന്നതിന് കാരണം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്നൊക്കെ വിധത്തിലാണ് അമൃതാനന്ദമയിയുടെ മഠത്തിൽ നിന്നും പുറത്തേക്ക് വന്ന സന്ദേശം. ഈ സന്ദേശം കേട്ടപ്പോഴും ഈ പറയുന്ന MP ആ മഠത്തിൻ്റെ അധിപതിയായിട്ടുള്ള അമൃതാനന്ദമയി ദേവിയെ മോശമായ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ആൾ ദൈവങ്ങളൊക്കെ വിളിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്. ഇതേ അമൃതാനന്ദമയി ദേവിയെ 2019 തോന്നുന്നു, 11 വർഷം മുന്നേ ഇതേ MP അദ്ദേഹം അന്ന് ഒരു ചാനലിൻ്റെ അവതാരകനായിരിക്കുന്ന അവസരത്തിൽ യൂറോപ്പിലുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആ സ്ത്രീയുമായിട്ടൊരു അഭിമുഖം നടത്തിയിട്ട് അമൃതാനന്ദമയി മഠത്തിനെയും അമൃതാനന്ദമയി ദേവിയെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ഗെയിൽ ട്രെഡ്വെൽ എന്ന് പറയുന്ന ആ സ്ത്രീ അമൃതാനന്ദമയി മഠത്തിനുമായിട്ട് പിണങ്ങിയിട്ട് പോയതായിരുന്നു. ആ പിണങ്ങിപ്പോയ ആ സ്ത്രീയെ വെച്ചിട്ടാണ് ഈ പറയുന്ന വ്യക്തി വളരെ മോശമായ രീതിയിൽ കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് അവതരിപ്പിച്ചത്. കഥകൾ മെനഞ്ഞുണ്ടാക്കി അവതരിപ്പിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും, അത് ശരിയല്ലേ എന്ന് ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കും. അങ്ങനെ അമൃതാനന്ദമയി മഠത്തിനെതിരെ അന്ന് അവർ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ 11 കൊല്ലത്തിനിടയിൽ ഈ പറയുന്ന രാജ്യസഭാ MP പാർട്ടി തന്നെ അധികാരത്തിൽ ആണ് ഇപ്പോഴും ഉള്ളത്. ഇതിനു മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. എന്തുകൊണ്ട് അവർക്കെതിരെ ഒരു അന്വേഷണം നടത്തിയിട്ട് ഒരു കണിക പോലും തെളിവ് കണ്ടെത്താൻ പറ്റിയില്ല? അന്ന് ഈ ഗെയിൽ ട്രെഡൽ എന്ന് പറയുന്ന ആ സ്ത്രീ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അവരുടെ മൊഴികൾ അടിസ്ഥാനമാക്കി എന്തുകൊണ്ട് കേസെടുക്കാൻ തയ്യാറായില്ല? 100% ഉറപ്പുണ്ട് ഇവർക്ക് മാതാ അമൃതാനന്ദമയി മഠത്തിനെതിരെ ഒരു കണിക പോലും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിന് തെളിവില്ലാതെയാണ് ഉന്നയിക്കുന്നതെന്ന് ഇവർക്കും അറിയാം. കാരണം അവർ ചെയ്തു കൂട്ടുന്ന സേവന പ്രവർത്തനങ്ങൾ മാത്രം നോക്കിയാൽ മതി അവരുടെ മനസ്സിൻ്റെ നന്മ അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് അന്ന് അമൃതാനന്ദമയി ദേവിക്കെതിരെ ഇത്തരത്തിൽ ഒരു മോശമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി പറഞ്ഞത്, അവർ ചെയ്യുന്ന നന്മയോ കാണുമ്പോൾ ഇതൊന്നും അവർ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ അതിനെതിരെ ഒരു അന്വേഷണം പോലും വെച്ചില്ല. അതിനുശേഷം വന്ന സർക്കാരുകളും അത് കണ്ട ഭാവം നടിച്ചില്ല. വെച്ചാൽ ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ സർക്കാർ പോലും അതിനൊരു കണിക പോലും ഒരു അന്വേഷണത്തിന് കൊണ്ടുവന്നിട്ടില്ല. കാരണം അവർക്കറിയാം അമൃതാനന്ദമയിയുടെ പ്രവർത്തനം അത്രയും സുതാര്യമാണ് എന്നുള്ളത്. ഗുജറാത്തിലെ കച്ചിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ 3000 വീടുകളാണ് അവിടെ ഈ പറയുന്ന അമൃതാനന്ദമയി ദേവി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. കേരളത്തിൽ തന്നെ സുനാമി വന്നടിച്ചപ്പോൾ ആ സുനാമിയിൽ തകർന്നു പോയ എത്രയോ ഗ്രാമങ്ങളാണ് അവർ ദത്തെടുത്തിട്ട് അവിടെ വീടുകൾ ഉണ്ടാക്കിയത്. ഇന്നും സർക്കാർ പറഞ്ഞ വീടുകൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇത്രയും കൊല്ലായിട്ട് അവരെടുത്തിട്ടില്ല. പക്ഷെ ഈ പറയുന്ന അമൃതാനന്ദമയി ദേവി അവിടെ നിരവധി വീടുകൾ ഉണ്ടാക്കി കൊടുത്തു. സർക്കാർ ചെയ്യാൻ പറ്റാത്ത കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ ഓഖി ചുഴലിക്കാറ്റ് വന്നു, അന്നും നിരവധി കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ ദുരിതമുണ്ടായപ്പോൾ, പാകിസ്ഥാനിൽ പോലും ദുരിതമുണ്ടായപ്പോൾ അവിടെയൊക്കെ തന്നെ ഓടിയെത്തി മാതാ അമൃതാനന്ദമയിയുടെ ആൾക്കാർ നിരവധി സേവാ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. കോടികൾ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ഇനി അവർ ഈ പറയുന്ന പോലെ കള്ളത്തിയോ പിടിച്ചുപറിക്കാരെയോ എന്തോ ആവട്ടെ,
അങ്ങനെ ഇവിടെ എത്രയെത്ര രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ഇവരെക്കാളും വലിയ കള്ളന്മാരും പിടിച്ചു പറിക്കാരും. ആർക്കെങ്കിലും നയാ പൈസയുടെ ഉപകാരം അവർ ചെയ്യുന്നുണ്ടോ? പിന്നെയും പിന്നെയും ഓരോരുത്തരുടെ കഴുത്തിന് കത്തി പിടിക്കുക എന്നല്ലാതെ. അപ്പോൾ ഈ സേവനങ്ങൾ ചെയ്യുന്ന മാതാ അമൃതാനന്ദമയ്യെക്കുറിച്ച് ഇത്തരത്തിലൊരു രാജ്യസഭാ MP ആണ് വളരെ മോശമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തീരദേശങ്ങളിലുള്ള പല ആൾക്കാരെയും മതം മാറ്റാനും മനം മാറ്റാനും ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗം മിഷണറിമാർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്കിടയിൽ ആത്മീയതയുടെ സന്ദേശമെത്തിക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ സാന്നിധ്യം അതിന് തടസ്സമായി നിൽക്കുകയാണ്. കാരണം ഈ പാവപ്പെട്ട താഴേക്കടയിലുള്ള കീഴ്ജാതിക്കാരായ ഇവരുടെ അരികിലേക്ക് മതം മാറ്റാനായിട്ട് സോപ്പും ചീപ്പും കൊടുക്കുമ്പോൾ അതിനേക്കാളും സന്തോഷകരമായ ആനന്ദകരമായ ആത്മീയ നിർവൃതി കൊടുക്കുന്ന ഈ അമൃതാനന്ദമയി മഠത്തിൻ്റെ പ്രവർത്തനം അവരെ ഹിന്ദുമതത്തിനോട് ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അതാണ് ഈ പറയുന്ന രാജ്യസഭാ MP ഏറ്റവും കൂടുതൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അദ്ദേഹം കഴിഞ്ഞ ഈ ഒരവസരത്തിൽ, കുംഭമേള നടക്കുന്ന അവസരത്തിൽ അയാൾ ഹിന്ദു സമാജത്തിന് ഒന്നടങ്കം അവഹേളിച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത് ചൈന എന്ന് പറയുമ്പോൾ അവർക്ക് ചങ്കിലാണല്ലോ. ചൈന AI തിരമാലകൾ സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ ഇവിടെ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പരിഹസിച്ചത്. കാരണം കിട്ടുന്ന അവസരത്തിൽ അദ്ദേഹം ഇത് നമ്മുടെ ഹിന്ദു സമാജത്തിനെ ചൊറിയുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മറ്റൊരു അവസരത്തിൽ അങ്കമാലീസ് ഡയറി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. ആ സിനിമ ഇറങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങിൽ ഇദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഹിന്ദുമതത്തേക്കാൾ മുൻപ് ഇവിടെ ക്രിസ്തു മതമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ വിരുദ്ധനാണ് ഇവൻ. അത് പല ഭാഗത്തു നിന്നും നല്ലതുപോലെ പൊങ്കാല ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇന്ന് രാജ്യസഭയിൽ MP ആയിട്ട് ഇങ്ങനെ വിരാജിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യസഭാ MP ആയ ഒരു വ്യക്തി ഹിന്ദു സനാതന ധർമ്മത്തിനെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും നിരന്തരമായിട്ട്, ഹിന്ദു ആചാര്യന്മാർക്കെതിരെയും നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ്. ഈ പറയുന്ന മാതാ അമൃതാനന്ദമയി ദേവിയെ ആൾ ദൈവം എന്ന് വിളിച്ചാണ് ഇപ്പം പരിഹസിച്ചിട്ടുള്ളത്. എപ്പോഴും ഈ പറയുന്ന അച്യുതാനന്ദൻ മരിച്ച ദിവസം ആൾ ദൈവമായാൽ ഇദ്ദേഹത്തിന് എന്താണ് വിഷമം? ഇദ്ദേഹം പോകണ്ട. ഞാൻ അമൃതാനന്ദമയി ദേവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ഭക്തനോ ഒന്നുമല്ല. പക്ഷെ ഞാൻ ഒരു തവണയെ ഞാൻ അദ്ദേഹത്തിനെ കണ്ട് സന്നിധിയിൽ പോയിട്ടുള്ളൂ. അവിടെ എത്തിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരുപടി കാര്യങ്ങളുണ്ട്. എത്രയോ പാവങ്ങളായ ആൾക്കാർ അഭയം തേടി അവിടെ എത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ നിരവധി ആൾക്കാർ. അവർ നിരവധി ഹോസ്പിറ്റലുകൾ ചെയ്യുന്നുണ്ട്, ആശുപത്രികൾ, നിരവധി വിദ്യാലയങ്ങൾ, നിരവധി കോളേജുകൾ, ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഈ ആശുപത്രിയുടെ സഹായം ചോദിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പ്രമുഖരായ പലരും അവിടെ എത്തുന്നത്. വീടുകൾ, സ്വന്തം വീടിന് അറ്റകുറ്റപ്പണി ചെയ്യാൻ വേണ്ടി, വീട് നിർമ്മാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പലരും അവിടത്തേക്ക് എത്തുന്നു. ജോലിക്ക് വേണ്ടി അവിടെ അന്വേഷിച്ച് വരുന്നു. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു, ആയിരക്കണക്കിന് ആൾക്കാർക്ക് വീട് കൊടുക്കുന്നു, ആയിരക്കണക്കിന് ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ ദൈവമാണോ? ദൈവം തന്നെയാണ്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ബുദ്ധിമുട്ടിൽ നമ്മളെ സഹായിക്കാൻ വരുന്ന ആൾക്കാരെ ദൈവതുല്യമായി കാണുക എന്നുള്ളത് ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ നോക്കൂ, നമുക്ക് ഈ കേരളത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുവിനെ ദൈവമായിട്ട് സങ്കല്പിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. കാരണം അദ്ദേഹം ഗുരു മാത്രമല്ല, ദൈവികമായ ഒരുപാട് കാര്യങ്ങൾ ഈ സാധാരണക്കാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ദൈവമായി കണക്കാക്കുന്നത്. ചട്ടമ്പിസ്വാമിയെ ദൈവമായി കണക്കാക്കുന്നുണ്ട്, അയ്യങ്കാളിയെ ദൈവമായി കണക്കാക്കുന്നുണ്ട്, അതുപോലെ മാതാ അമൃതാനന്ദമയി ദേവിയെയും ദൈവമായി കണക്കാക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് എന്തിനാണ് ചൊറിച്ചല്? ഇനി ഇദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ദൈവമായി കണക്കാക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള മാർപ്പാപ്പയെ. ആ മാർപ്പാപ്പയെ പറ്റി ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നില്ല?
അതുപോലെ തന്നെ പല പള്ളികളിലെയും ബഹുമാനപ്പെട്ട കർദിനാൾമാരും അതുപോലെ തന്നെ ബിഷപ്പുമാരൊക്കെ ഉണ്ട്, ശ്രേഷ്ഠമായിട്ട് മാതൃകാപരമായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ പറ്റി എന്തുകൊണ്ട് ഇയാൾ പറയുന്നില്ല? പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന് മതഭ്രാന്ത് തലക്ക് പിടിച്ചിട്ടാണുള്ളത്. ഇദ്ദേഹം മതഭ്രാന്ത് തലക്ക് പിടിച്ച് ഹിന്ദു ധർമ്മത്തിലെ ആൾക്കാരെ ഇതിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി, ഇതിൽ നിന്നും ഒഴിവാക്കി സ്വന്തം ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രമാണോ ഇതെന്ന് എനിക്ക് സംശയം തോന്നിപ്പോകുന്നതും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് രാജ്യസഭ MP ആയിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴും നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നില്ല, ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് അല്ലേ? ഇത് മറ്റാരുമല്ല, ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന പൊട്ടാസിനെ കുറിച്ചാണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ നമ്മുടെ ഹിന്ദു ധർമ്മത്തിനെതിരെയും ഹിന്ദു ആചാര്യന്മാരെക്കുറിച്ചും മോശമായ രീതിയിൽ സംസാരിക്കുന്നത് അവസരം കിട്ടുമ്പോഴൊക്കെ തന്നെ. അപ്പോൾ ഇത് നമ്മൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ടതാണ്. ഇതുവരെ ആരും പ്രതികരിച്ചതായി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് വിഷമം തോന്നിയത്. കാരണം ഏറ്റവും പ്രധാനമായിട്ട് സാക്ഷാൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഒരു മുഖ്യമന്ത്രി മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ച ആ മഠത്തിനെതിരെ പോലും മോശമായ രീതിയിൽ വാക്കുകൾ പറയുമ്പോൾ അതിനെതിരെയെങ്കിലും ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള സംഘടനകളോ ഒന്നും പ്രതികരിക്കാത്തതുകൊണ്ട് ഞാൻ പ്രതികരിച്ചെന്ന് മാത്രം. അപ്പോൾ ഈ പ്രതിഷേധം നമ്മൾ ഓരോ ആൾക്കാരിലും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ശക്തമായ വാക്കുകൾ പരമാവധി ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിക്കണം, നിങ്ങളുടെ പ്രതിഷേധം എന്ന രീതിയിൽ. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.